ഇംഗ്ലീഷ് വളരെ ഇംപ്രസീവായി സംസാരിക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വാക്കുകളും വാക്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹേ ഡിയർ, ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കിംഗ്. ആദ്യത്തെ വാക്ക് നോക്കാം. കയോട്ടിക്. കയോട്ടിക് കുഴപ്പം നിറഞ്ഞ അല്ലെങ്കിൽ കുഴപ്പം പിടിച്ച എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഗതാഗതം താറുമാറായിരുന്നു. The traffic was chaotic. The traffic was chaotic. അതായത് ഭയങ്കര ഡിസോർഡറായ, ഒട്ടും മാനേജബിളായിട്ടുള്ള ഒരു ട്രാഫിക് അല്ലായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾ ഒരുതരം കുഴപ്പക്കാരനാണ്. He is a chaotic sort of a person. He is a chaotic sort of a person. ഒരു വിദ്യാർത്ഥി തൻ്റെ ഉച്ചഭക്ഷണം മറ്റൊരു വിദ്യാർത്ഥിക്ക് നേരെ എറിഞ്ഞതോടെയാണ് കഫറ്റീരിയയിലെ കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത്. The chaos in the cafeteria began when one student threw his lunch to another student. The chaos in the cafeteria began when one student threw his lunch at another student. അടുത്ത വാക്കാണ് കേപ്പബിൾ. കേപ്പബിൾ കഴിവുള്ള. അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് എനിക്കറിയാം. I know what they are capable of. I know what they are capable of. അദ്ദേഹം കഴിവുള്ള ഒരു വക്കീലാണ്. He is a capable lawyer. He is a capable lawyer. അദ്ദേഹം വളരെ കഴിവുള്ള ഒരു ബിസിനസ്സുകാരനാണ്. He is a very capable businessman. He is a very capable businessman. എനിക്കിത് സ്വയം ചെയ്യാൻ തികച്ചും കഴിവുണ്ട്. I am perfectly capable of doing this by myself. I am perfectly capable of doing this by myself. അവൻ അതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. I don't think he is capable of that. I don't think he is capable of that. അടുത്ത വാക്കാണ് candid. To be honest, സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഉള്ളത് ഉള്ളതുപോലെ പറയുക. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നീ ഒരു വലിയ തെറ്റ് ചെയ്യുകയാണെന്നാണ്. To be candid with you, I think you are making a dreadful mistake. To be candid with you, I think you are making a dreadful mistake. സത്യം മറച്ചു വെക്കുന്നതിന് പകരം ഞാനും നീയും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം. Instead of hiding the truth, you and I should have a candid conversation about it. Instead of hiding the truth, you and I should have a candid conversation about it. ഉള്ളത് പറയുകയാണെങ്കിൽ ഞാൻ ഈ സാഹചര്യത്തിൽ വളരെയധികം വിഷമത്തിലാണെന്ന് സമ്മതിക്കേണ്ടി വരും. If I am to be candid, I must admit I am very unhappy with this situation. If I am to be candid, I must admit that I am very unhappy with this situation. അടുത്ത വാക്കാണ് ക്യാരക്ടർ. ക്യാരക്ടർ സ്വഭാവം അല്ലെങ്കിൽ കഥാപാത്രം. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. He is a strange character. He is a strange character. ഈ സിനിമയിലെ നിന്റെ പ്രിയപ്പെട്ട കഥാപാത്രം ആരാണ്? Who is your favorite character in this movie? Who is your favorite character in this movie? ജാക്ക് ഒരു നല്ല കഥാപാത്രമാണ്. Jack is quite a character. Jack is quite a character.
അവൾ ശക്തമായ ക്യാരക്ടറുള്ള ഒരു സ്ത്രീയാണ്. ഷീ ഈസ് എ വുമൺ ഓഫ് സ്ട്രോങ് ക്യാരക്ടർ. ഷീ ഈസ് എ വുമൺ ഓഫ് സ്ട്രോങ് ക്യാരക്ടർ. ഒരാളുടെ മുഖം അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ധാരാളം പറയുന്നു. എ പേഴ്സൺസ് ഫേസ് ടെൽസ് എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ. എ പേഴ്സൺസ് ഫേസ് tells a great deal about his character. അടുത്ത വാക്കാണ് cheerful. വളരെ സന്തോഷകരമായ. അധികം സന്തോഷകരമായി തോന്നിയില്ല. Didn't sound too cheerful. Didn't sound too cheerful. നീ എന്താ ഇത്ര ആഹ്ലാദിക്കുന്നത്? What are you so cheerful about? What are you so cheerful about? അവൻ എപ്പോഴും ഉത്സാഹഭരിതനും കഠിനാധ്വാനിയുമായിരുന്നു. He was always cheerful and hardworking. He was always cheerful and hardworking. അടുത്ത വാക്കാണ് chew. ചവയ്ക്കുക. chew. വായ് തുറന്ന് ചവയ്ക്കരുത്. Don't chew with your mouth open. Don't chew with your mouth open. ഭക്ഷണം നന്നായി ചവയ്ക്കുക. Chew your food well. Chew your food well. അയാൾക്ക് ചവയ്ക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അയാൾ കടിച്ചെടുത്തു. He bit off more than he could chew. He bit off more than he could chew. അടുത്ത വാക്കാണ് beforehand. മുൻകൂട്ടി. ഞാൻ നിന്നെ മുൻകൂട്ടി അറിയിക്കാം. I will let you know beforehand. I will let you know beforehand. നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ തയ്യാറാക്കാം. Let's get things ready beforehand. Let's get things ready beforehand. ഇതിൽ എത്രത്തോളം നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? How much of this did you know beforehand? How much of this did you know beforehand? ദയവായി ഷെഡ്യൂൾ എന്നെ മുൻകൂട്ടി അറിയിക്കണം. Please let me know the schedule beforehand. Please let me know the schedule beforehand. സോ വീഡിയോ ഏവർക്കും വളരെ ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.